അതെ, വളച്ചു കേട്ടില്ല. അത് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ കോളേജ് വിൽക്കുന്നോ? നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിനും വിവരത്തിനൊക്കെ ഇത്രയും സ്ഥാനം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഈ പ്രായത്തിൽ ഞാൻ എവിടെ പോയി പഠിക്കാനാ? ആര് പഠിപ്പിക്കാനാ? പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട സ്ഥാപനം പ്രതിഭ ട്യൂട്ടോറിയൽസ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഒരു കോളേജ് വാങ്ങി തന്നാ പോരെ? പിന്നെ ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വിളിക്കുക. ഓട്ടോറിക്ഷ വിളിക്കുക. അങ്ങനെ പ്രിൻസിപ്പാളാകാൻ പറ്റൊരാളുണ്ട്. അതാരാ? ചേട്ടൻ സ്റ്റുഡന്റ്, ഞാൻ പ്രിൻസിപ്പാൾ. എങ്ങണ്ട്? ഇവിടെ എൻട്രൻസ് കോച്ചിനെ പഠിപ്പിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഗുഡ് മോർണിംഗ് ഓൾ. അച്ചടക്കം എനിക്ക് നിർബന്ധമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, ഒന്നുമില്ല. കടം വാങ്ങിയ കാശെടുക്ക്. കാശായിട്ട് വേണോ അനുഗ്രഹമായിട്ട് വേണോ? You know him? No. He is a leader. Very big leader of union. നമ്മളെക്കാട്ടെ വലിയ കള്ളനാ ഭരതൻ സാറ്. അയാളെ പിടിക്കാൻ നോക്കിയാൽ മതി. ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ മതി. അയ്യോ, നിന്നോട് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് കാലുത്തിരുന്ന് ശരിയാക്കി തരാം. അവിടെ നിൽക്കണം. നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രേമിച്ചു, പക്ഷെ കല്യാണം കഴിക്കും. ഈ ഭരതൻ മാഷിന്റെ അപേക്ഷയാണ്. ഹലോ, SI വിനയകുമാറാ? ആരാ സംസാരിക്കുന്നത്? ഞാനൊരു അജ്ഞാതനാ. അജ്ഞാതന്റെ പേര് പറയും. അജ്ഞാതൻ ശിവരാമൻ. എന്നെ കണ്ടാൽ തന്നെ അറിയാലോ. ഇത്രയെങ്കിലും കുട്ടികൾ ചേർന്നത് എന്റെ അച്ഛൻ നല്ലപോലെ നടത്തിയ പേരുള്ളതുകൊണ്ടാണ്. നമ്മളായിട്ടത് കളഞ്ഞു കുളിക്കരുത്. നിന്നോട് ആരാ ബെഞ്ചിന്റെ മുകളിൽ കയറിക്കാൻ പറഞ്ഞത്? അല്ല, അതാണ് ശീലം. തല്ലടാ, തല്ലി. ആ കോളേജ് വെറുതെ കൊടുത്താലും നിന്നെപ്പോലുള്ള ഒരുത്തിന് തരില്ലടാ. എന്താ